ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കമ്മ്യൂണിക്കേഷൻ്റെയും ബോഡി ലാംഗ്വേജിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അതിൽ നിന്നും ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ്. നല്ല മികച്ച ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ മികച്ച ഒരു ബോഡി ലാംഗ്വേജിലും ഐ കോണ്ടാക്റ്റ് ഒരു പ്രധാന റോള് തന്നെ വഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിൽ പലർക്കും ഒരാൾക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ കണ്ണി നോക്കി സംസാരിക്കാനോ ചെറിയ രീതിയിൽ പേടിയുണ്ടായിരിക്കും. അത് ഒരു തെറ്റല്ല, പലർക്കും ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കും, അതുമല്ലെങ്കിൽ ഞാൻ ഐ കോണ്ടാക്റ്റ് കൊടുത്താൽ ഓപ്പോസിറ്റിക്കുന്ന ആളെ എന്ത് കരുതും, അയാൾ മോശമായ രീതിയിൽ അതിനെ എടുക്കുമോ, അത്തരത്തിലുള്ള ഒരുപാട് പേടി പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഐ കോണ്ടാക്റ്റ് കൊടുക്കാൻ പേടിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്ന പേടി എങ്ങനെ മാറ്റിയെടുക്കാമെന്നും അതുപോലെ തന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിൽ എങ്ങനെ ഐ കോണ്ടാക്റ്റ് കൊടുത്ത് നമുക്ക് സംസാരിക്കാമെന്നും ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ഐ കോണ്ടാക്റ്റ് കൊടുക്കാൻ പേടിയാണെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്കെല്ലാവർക്കും ഉള്ള പേടി നമ്മൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന വ്യക്തി നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ എഫക്റ്റീവായിട്ടുള്ള മാർഗമെന്ന് പറയുന്നത്, നമുക്ക് സേഫായി തോന്നുന്ന വ്യക്തികൾ, അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, അപ്പോൾ അവരോട് ഐ കോണ്ടാക്റ്റ് കൊടുത്ത് സംസാരിച്ച് നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗം. നമ്മളെപ്പറ്റി ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ അടുത്ത്, നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിച്ച് ശീലിക്കുക. അതിലൂടെ നമ്മുടെ ബ്രെയിനെ അതിനായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം പതിയെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഐ കോണ്ടാക്റ്റ് കൊടുത്ത് സംസാരിച്ച് ശീലിക്കുക. നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന, നമ്മളെപ്പറ്റി തോന്നുന്ന ഒരു പേടി നമുക്കിതിലൂടെ മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കും. അതുപോലെ പല ആളുകളും ഐ കോണ്ടാക്റ്റ് എന്ന പേരിൽ മറ്റൊരാളോട് തുറിച്ചു നോക്കി സംസാരിക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ശാന്തമായിട്ട് ഒരാൾക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായ രീതിയിൽ ഒരു ഐ കോണ്ടാക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ കണ്ണി നോക്കി സംസാരിക്കുമ്പോൾ മാക്സിമം 10 സെക്കൻഡ് മാത്രമേ അയാളുടെ കണ്ണി നോക്കാവൂ. അതിനുശേഷം വേറെ എവിടെയെങ്കിലും നോക്കുക, എന്നിട്ട് 10 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ അയാളുടെ കണ്ണി നോക്കുക. ഇത്തരത്തിൽ മാറി മാറി വേണം നിങ്ങൾ ഐ കോണ്ടാക്റ്റ് ചെയ്യാൻ. അതുപോലെ ഒരിക്കലും ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലത്ത് നോക്കാൻ പാടില്ല. നമ്മളങ്ങനെ നിലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് സബ് കോൺഷ്യസ്ലി നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാണെന്നുള്ള തോന്നലുണ്ടാവും. എപ്പോഴും നിങ്ങൾ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ സൈഡിലോട്ട് മാത്രമേ നോക്കാവൂ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു 10 സെക്കൻഡ് നോക്കിയ ശേഷം വീണ്ടും തിരിച്ച് അയാൾക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കുക. ഇത്തരത്തിലാണ് നിങ്ങൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ബ്രേക്ക് ചെയ്യേണ്ടതും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.